ടൈം ടേബിൾ നോക്കാം, JSOക്ക് എങ്ങനെ പഠിക്കണമെന്ന്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബോറടിയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം അല്ലേ? ഈ ഒരു എക്സാം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ആവശ്യമാണ്, എത്രത്തോളം ഈ ഒരു ജോലി നിങ്ങൾക്ക് ആവശ്യമാണ്, അതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അല്ലേ എഴുതി വെക്കുക. ഈ ഒരു ജോബിൻ്റെ ആവശ്യം, സാലറി, കാര്യങ്ങൾ കിട്ടിയാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ അല്ലേ, അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അതെല്ലാം എഴുതി വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതനുസരിച്ച് നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വീക്കിൽ, അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകാം. ഓക്കെ, വീക്ക് 1 നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാം. സെക്കൻഡ് വീക്ക് തൊട്ട് നമ്മൾ സ്ട്രിക്റ്റായിട്ട് പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കറക്റ്റായിട്ടൊരു ടൈം കിട്ടണം. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നെല്ലാവരും അറിയണമല്ലോ, വീട്ടിലുള്ള ആളുകൾ. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ബാക്കി അല്ലേ പണികളും കാര്യങ്ങളും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികളെ നോക്കണം. അപ്പോൾ ടൈം കറക്റ്റായിട്ട് പഠിക്കാനുള്ളൊരു ടൈം കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് വീക്ക്. MSc ഒക്കെ പാസ്സായിരിക്കണവർക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അങ്ങ് പോവുക, പഠിച്ചങ്ങ് പോവുക. അപ്പോൾ ടൈം കണ്ടുപിടിക്കേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ കുറച്ച് ഏജ് ഗ്യാപ്പ് ഉള്ളവർക്ക് ഈ ഒരു ടോപ്പിക്കായിട്ട് ഒന്ന് അല്ലേ കറക്റ്റായിട്ട് അതിനോടൊന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാം, അതിന് മനസ്സിലാക്കിയൊക്കെ വരാനായിട്ടൊരു സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കേ നിങ്ങളങ്ങ് ഭയങ്കരമായിട്ടങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കും മടിയാവും. അപ്പോൾ ആദ്യം പതുക്കെ തുടങ്ങി ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക പഠിക്കാനുള്ളത്. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. നമുക്ക് ഷോർട്ടായിട്ടുള്ള മെത്തേഡ്സ് ഒന്നുമില്ല. കറക്റ്റായിട്ട് ഇതെല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക, പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ പഠിക്കും, എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ വരില്ല അല്ലേ, ഒരു 100 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം? ഓക്കെ, അതിനുവേണ്ടി നമ്മൾ കുറേ പഠിക്കാനുണ്ട് അല്ലേ, പല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൈക്രോബയോളജി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി മൈക്രോബയോളജി ഇഷ്ടമില്ലാത്തവർക്ക് പറഞ്ഞാൽ മതി, വേറെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അറേഞ്ച് ചെയ്ത് തരാം ടൈം ടേബിൾ. ഓക്കെ, അപ്പോൾ മൈക്രോബയോളജി ആദ്യം തന്നെ ബാക്ടീരിയൽ ഷേപ്പ് ആൻഡ് അറേഞ്ച്മെൻറ്റ് പഠിക്കാം. അത് കഴിഞ്ഞ ശേഷം അന്ന് തന്നെ ക്യാപ്സ്യൂൾ, എളുപ്പമായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് ആദ്യം തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ MLT ആണെങ്കിലും ബയോകെമിസ്ട്രി ആണെങ്കിലും മൈക്രോബയോളജിക്കാരാണെങ്കിലും ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് മൈക്രോബയോളജി തന്നേക്കുന്നത്. ലെക്ചർ നോട്ട് എഴുതുക, ക്ലാസ് കാണുമ്പോൾ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ എന്താണ് പ്രിപ്പയർ ചെയ്യുക, ചെറുതായിട്ട് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. എല്ലാ ടൈം ടേബിൾ വരുമ്പോഴത്തേക്കും ഈ റിവിഷൻ റീകോളിനുള്ള കാര്യം പറയില്ല, പക്ഷേ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അന്നന്ന് പഠിച്ചത് റിവൈസ് ചെയ്യുക, പിന്നെ അത് ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞ് ഇടയ്ക്കുള്ള സമയങ്ങളിൽ എന്താണ് പിന്നീട് ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നേരത്തെ മുന്നേ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. ഓക്കെ, ഇനി ഡേ 2 തുടങ്ങുമ്പോൾ തന്നെ എന്താണ് തലേ ദിവസം പഠിച്ചത് റിവൈസ് ചെയ്യുക. പിന്നെ നമ്മൾ മൈക്രോബയോളജി പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ പാർട്ട് 1ഉം 2ഉം പഠിക്കുക. 2 കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. പിന്നീട് നമ്മൾ റിവൈസ് ചെയ്യുക. ഓക്കെ, ഈ പിന്നീട് നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫ്രാഗ്മെൻറ്റഡ് റിവിഷൻ പോകണം. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ പഠിച്ചു, അതൊരു ഡേ 3ലോ 4ലോ ഒന്നുകൂടെ റിവൈസ് ചെയ്യണമെങ്കിൽ അത് പെപ്റ്റിഡോഗ്ലൈക്കൻ 1 തൊട്ട് ഫുള്ള് വായിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ. ഓക്കെ, ഗ്രാം നെഗറ്റീവിൽ എങ്ങനെയാണ്, ഗ്രാം പോസിറ്റീവിൽ എങ്ങനെയാണ്, അതിൽ തന്നെ നമ്മൾ ഓരോരോ സ്പീഷീസ് ഒക്കെ പഠിക്കുന്നുണ്ട്, അതിലെങ്ങനെയാണ്. അങ്ങനെ ഫ്രാഗ്മെൻറ്റഡ് നമുക്ക് ഓരോ 5 മിനിറ്റ്സിലും എന്തൊക്കെ റിവിഷൻ ചെയ്യണമെന്ന് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചോളണം. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ടൈം ബ്ലോക്കിംഗ് നമ്മൾ പറയും. എന്തൊക്കെ ഇന്ന് ചെയ്യും? നിങ്ങൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയത്ത്, അതായത് ട്രാവലിംഗ് ടൈമിൽ, ഉച്ചയ്ക്ക് ബ്രേക്ക് കിട്ടുന്ന ടൈമിലൊക്കെ എന്തൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാം, ഓരോ 5 മിനിറ്റ്സ് കിട്ടുമ്പോഴും എന്തൊക്കെ റിവൈസ് ചെയ്യണം, ആ രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പൊക്കോളണം. ഓക്കെ, നമുക്ക് എപ്പോഴും കറക്റ്റായിട്ടുള്ള ടൈം കിട്ടണമെന്നില്ല. ക്ലാസ് കാണാനായിട്ട് ക്വാളിറ്റി ടൈം നോക്കുക, റിവിഷൻ ചെയ്യാനായിട്ട് കിട്ടുന്ന ടൈമിൽ റിവിഷൻ ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ഒരു 5 മിനിറ്റ് റിവിഷന് നിങ്ങൾക്കത് പറ്റുള്ളൂ. ഒരു ഫുള്ളായിട്ട് ചിലപ്പോൾ റിവിഷൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഫുള്ളായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ചെയ്യാം. എന്നാലും നമ്മൾ ഫ്രാഗ്മെൻറ്റഡ് റിവിഷൻ വേണം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ഒക്കെ നമ്മളെന്താ ആദ്യം നമ്മളൊന്ന് റിവിഷൻ ചെയ്ത് ഒന്ന് അവസാനമാണ് ഈ ബുദ്ധിമുട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഇത് നാളെ നോക്കാം എന്ന് പറഞ്ഞു വിടും.
അങ്ങനെയല്ല, നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ ആ ബുദ്ധിമുട്ടുള്ള ഏരിയ മാത്രം ഒന്ന് നോക്കി റിവിഷൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫ്ലജല്ലയൊക്കെ ആണെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ആ പ്രോസസ്സിങ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ഫ്ലജല്ലയിലെ പ്രോട്ടീൻ്റെ പേര് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സൈറ്റോസ്കെൽറ്റനിലെ പ്രോട്ടീൻ്റെ പേര് അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാത്രമായിട്ടൊരു 5 മിനിറ്റ് വായിച്ച് നോക്കുക റിവിഷൻ. ആ രീതിയിൽ വേണം ഫ്രാഗ്മെൻറ്റഡ് റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡേ 3 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡേ 2 റിവൈസ് ചെയ്യുക. മൈക്രോബയോളജി ക്ലാസ് 5ഉം 6ഉം കാണുക, പ്ലാസ്മ മെംബ്രെയിനും എൻഡോസ്പോറും. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് എന്ത് തുടങ്ങുന്നു, നമ്മൾ ബയോകെമിസ്ട്രിയും കൂടെ തുടങ്ങുവാണ് ഇവിടെ. ഓക്കെ, ബയോകെമിസ്ട്രിയിൽ ഏതാണ്, കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസ് കണ്ടു തുടങ്ങുക. ബയോകെമിസ്ട്രി ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഈ ബയോകെമിസ്ട്രിയുടെ, അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പഠിക്കാനുള്ളതല്ല, ഒന്ന് മനസ്സിലാക്കാനാണ് അവിടുത്തെ ലിങ്കേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, റീകോൾ ചെയ്യുക. അതുപോലെ തന്നെ മൈന്യൂട്ട് റിവിഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കൂട്ട് നമ്മൾ നേരത്തെ ഫ്രാഗ്മെൻറ്റഡ് റിവിഷൻ. ഓക്കെ, അതായത് എപ്പോഴോ ടൈം കിട്ടുന്നു അപ്പോഴൊക്കെ റിവിഷൻ ചെയ്യുക. ഇനി ഡേ 4 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മൈക്രോബയോളജി ക്ലാസ് 7 പഠിക്കാം, അതുപോലെ 8 പഠിക്കാം, കാർബോഹൈഡ്രേറ്റിൻ്റെ പാർട്ട് 2 പഠിക്കാം. ഇനി പാർട്ട് 1ഉം 2ഉം ഒന്നിച്ച് പഠിക്കാൻ പറ്റുന്നവർക്ക് ഒന്നിച്ച് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡേ അതിൻ്റെ റിവിഷൻ വെക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടൈം ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടേതായ രീതിയിലാക്കി മാറ്റാം. അതുപോലെ തന്നെ ഡേ 4 എന്താണ്, മൈക്രോബയോളജി ക്ലാസ് ആർക്കിയ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്ലാസ്സസ് ആണ്. അത് മൈക്രോബയോളജിക്കാർക്ക് തന്നെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ നന്നായിട്ട് റിവിഷൻ ചെയ്ത് പഠിച്ചോളണം, മനസ്സിലാക്കി പഠിച്ചോളണം. കുറേ എക്സാമ്പിൾസ് ഒക്കെ വരുന്നുണ്ട് ആർക്കിയയിൽ. പിന്നെ അടുത്തത് എന്താണ്, സ്റ്റെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, റീകോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൈം കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ഡേ 1 തൊട്ട് 3 വരെ എന്തൊക്കെ പഠിച്ചു ഒന്ന് റിവിഷൻ ചെയ്യാം. മനസ്സിലായോ? അതുപോലെ തന്നെ ഡേ 6 എന്ന് പറയുന്നത് എന്താണ്, ബയോകെമിസ്ട്രിയും മൈക്രോബയോളജിയും പഠിക്കുക, അമിനോ ആസിഡ് പഠിക്കുക. അമിനോ ആസിഡ് പഠിക്കാനായിട്ടൊക്കെ ഒരു 1 അവർ വേണ്ടി വരും, സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ട്. പിന്നെ സ്റ്റെയിനിങ്ങിൻ്റെ പാർട്ട് 2ഉം പാർട്ട് 3യും പഠിക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഒരു 3 അവർ മതിയാവും ഡേ 6. അത് കഴിഞ്ഞ ശേഷം എന്താ, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ടൈമൊന്നും പറയുന്നില്ല, അതിന് ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വരും നന്നായിട്ട് വൃത്തിയായിട്ട് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇത്രയും സമയമില്ലാത്തവർക്ക് നിങ്ങൾക്ക് അതെന്താ, അത് അടുത്ത ദിവസത്തേക്ക് വെക്കാം, നിങ്ങളുടേതായ ടൈം ടേബിൾ നിങ്ങൾക്ക് വെക്കാം. അതുപോലെ എപ്പം നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡേ നിങ്ങൾക്ക് ഓഫ് ഡേ ആക്കി വെക്കാം. ഓക്കെ, അതായത് എന്തെങ്കിലും വിട്ടുപോയാൽ ഈ ഒരു ഡേയിൽ നമുക്ക് വന്ന് മേക്കപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഡേ നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞെങ്കിൽ എന്തായി, അത് റിവിഷൻ ഡേ ആക്കാം. ഓക്കെ, എന്നാലേ നമുക്ക് ടെൻഷൻ ഇല്ലാതെ പോകുള്ളൂ. അല്ലെങ്കിൽ എന്താ, അയ്യോ ഞാൻ പിന്നെയും പുറകിലാണ്, എല്ലാവരും പഠിച്ചു തീർന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഓർക്കും. ഓക്കെ, അപ്പം എത്രത്തോളം പഠിക്കാവോ അത്രത്തോളം പഠിക്കുക. നമ്മൾ പഠിച്ച് തീർക്കുക എന്നുള്ളതല്ല, നന്നായി പഠിക്കുക എന്നുള്ള കാര്യം വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് കഴിഞ്ഞ ശേഷം 7th ഡേ നമുക്ക് റിവിഷൻ ഡേ. ഓക്കെ, എന്തെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാം. ഇനി വീക്ക് 2 നമ്മൾ കുറച്ചും കൂടി ടെസ്റ്റ് സീരീസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മൈക്രോബയോളജി എല്ലാം തന്നെ ഒന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, മൈക്രോബയോളജി ഫുള്ള് റിവിഷൻ ചെയ്തിട്ട് നമ്മൾ ഈ 3 ടെസ്റ്റ് സീരീസ് ചെയ്യുക. ഈ ഒരു ടൈം മാത്രം 10 മിനിറ്റിൽ ഇത് ചെയ്ത് തീർത്തോളണം. OMR ഷീറ്റിൽ വേണം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ ശേഷം തീർന്നില്ല, എന്താണ് ഇതിൻ്റെ ആൻസർ കീ നമ്മൾ പ്രസ്കോട്ട് അല്ലേ, പ്രസ്കോട്ട് ഇല്ലാത്തവർ ചോദിച്ചാൽ മതി. പ്രസ്കോട്ട് എടുത്ത് റെഫർ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഏതൊക്കെ ആൻസർ തെറ്റിപ്പോയി അതൊരു നോട്ടിൽ എഴുതി വെച്ചോളണം. എത്ര മാർക്ക് കിട്ടി ഞാൻ ചോദിക്കും, അത് പറയണം. അതുപോലെ തന്നെ തെറ്റിപ്പോയത് എന്തുകൊണ്ട് തെറ്റി റെഫർ ചെയ്യുക. മനസ്സിലായല്ലോ? അതുപോലെ ശരിയാക്കിയതും റെഫർ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. നോട്ട്സ് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് റെഫർ ചെയ്യാം. നിങ്ങൾക്ക് ടെക്സ്റ്റ്, എല്ലാവർക്കും ടെക്സ്റ്റ് റെഫർ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ടെസ്റ്റ് സീരീസ് എങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാൻ യൂസ് ചെയ്യാം. ഇനി അല്ലാതെ ഇഷ്ടംപോലെ ടൈമുള്ളവർക്ക് ടെക്സ്റ്റിൻ്റെ പേര് പറഞ്ഞു തരാം, നിങ്ങൾക്ക് വെറുതെ വായിക്കാം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കാം. അല്ലാത്ത ആളുകൾ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. പല ടെക്സ്റ്റും പല എഡിഷൻസൊക്കെ റിവേഴ്സ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. ടെക്സ്റ്റിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. പക്ഷേ ടൈമുള്ളവർക്ക് ടെക്സ്റ്റ് വായിക്കാം. മനസ്സിലായോ? ഒട്ടും സമയമില്ലാത്തവർക്ക് ക്ലാസ് തന്നെ മതിയാവും. ടെസ്റ്റ് സീരീസും കാര്യങ്ങൾ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മാക്സിമം റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ക്ലാസ് കാണുമ്പോൾ ആ ഒരു ക്ലാസ് ഒരു പ്രാവശ്യം കണ്ടാൽ മതി. പിന്നെ നമുക്ക് അടുത്ത ഒരു 1 അവറും കൂടി സമയം കളയാനില്ല. ഒരു പ്രാവശ്യം നന്നായിട്ട് കണ്ട് നമ്മൾ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നീട് ആ ക്ലാസ് റിവിഷനാണ് ചെയ്യേണ്ടത്. പിന്നീട് ഇനി അത് കാണാം എന്ന് വിചാരിക്കരുത്, പിന്നീട് റിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ റിവിഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, റീകോളും റിവിഷനും.
ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ബാക്കി ക്ലാസ് അല്ലേ, ടെസ്റ്റ് സീരീസൊക്കെ കഴിഞ്ഞു, രാവിലെ വേണമെങ്കിൽ രാവിലെ പഠിക്കാം. എല്ലാവരും രാവിലെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. ടൈം ഇല്ലാത്തവർ മാത്രം രാത്രിയിലേക്ക് മാറ്റുക. ഓക്കെ, രാവിലെ പഠിക്കുന്നതാണ് നല്ലത്. ഇനി ക്ലാസ് 4 ഫാറ്റി ആസിഡ് അതുപോലെ തന്നെ ലിപ്പിഡൊക്കെ പഠിക്കുക. അത് കഴിഞ്ഞ ശേഷം റിവിഷൻ ചെയ്യുക, റീകോൾ ചെയ്യുക. ഉറങ്ങണേക്കുള്ളിൽ എല്ലാം റീകോൾ ചെയ്തുകൊള്ള. രാവിലെ എണീക്കുമ്പോഴും അതുപോലെ നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ബ്രെയിൻ ആൽഫ സ്റ്റേജിലായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് പഠിച്ചാലും എപ്പോഴും ഓർമ്മ നിൽക്കും. അതായത് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ബുക്ക് സൈഡിൽ വെക്കാം, ഒരു 10 മിനിറ്റ് റിവിഷൻ ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ ഡേ തുടങ്ങാം. ഓക്കെ, പഠിക്കാൻ പറ്റുന്നവർക്ക് അന്നേരം തന്നെ പഠിക്കുക, വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യാൻ പോകാം. ഓക്കെ, പക്ഷേ ഒരു 10 മിനിറ്റ് എഴുന്നേൽക്കുമ്പോഴേ നിങ്ങൾ റിവിഷൻ ചെയ്യാൻ യൂസ് ചെയ്യുക, മറന്നു പോകില്ല അത്. ഓക്കെ, അതുപോലെ കിടന്നുറങ്ങാൻ നേരത്ത് ബുക്ക് വായിച്ചങ്ങ് കിടന്നുറങ്ങാം സുഖമായിട്ട് അല്ലേ, അതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തും റിവിഷൻ ചെയ്യുക, അത് മറക്കില്ല, നമ്മുടെ ബ്രെയിനിൽ അത് നന്നായിട്ട് ഫീഡ് ആയിക്കോളും. ഓക്കെ, ഇനി ഡേ 2 ആർക്കിയ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡൊക്കെ റിവൈസ് ചെയ്യുക രാവിലെ എഴുന്നേറ്റ്. അത് കഴിഞ്ഞ ശേഷം ആർക്കിയയുടെ ടെസ്റ്റ് സീരീസ് എഴുതുക. ഓക്കെ, ടൈം നിങ്ങൾ എത്രത്തോളം ടോട്ടൽ ക്വസ്റ്റ്യൻ ഉണ്ട് അതനുസരിച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യന് 30 സെക്കൻഡ് അത്ര എടുക്കാവുള്ളൂ. ഇനി കൂടി പോയി കഴിഞ്ഞാൽ 40 സെക്കൻഡ്. ഇനി അത് കഴിഞ്ഞ ശേഷം ബയോകെമിസ്ട്രി, ലിപ്പിഡ് 2 എണ്ണം ഉണ്ട്. ഓക്കെ, ലിപ്പിഡ് 1ഉം ലിപ്പിഡ് 2ഉം ടോട്ടൽ ഒരു 25 മിനിറ്റ്സ് എടുത്താൽ മതിയാവും. കാർബോഹൈഡ്രേറ്റ് 15 മിനിറ്റ്സ് എക്സാമിനേഷൻ എഴുതുക. അത് കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ദിവസം ആ ഒരു ഡേയിൽ വർക്കിംഗ് ആണെങ്കിൽ വൈകുന്നേരം വന്നിട്ട് ന്യൂക്ലിക് ആസിഡ് പഠിക്കുക, മൈക്രോബയോളജി ക്ലാസ്സസ് റിവൈസ് ചെയ്യുക. സമയമുള്ളവർക്കാണെങ്കിൽ അല്ലേ 3ഉം 4ഉം ബാക്കിയുള്ള നമ്പറൊക്കെ എടുക്കുക അല്ലേ, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്ത് റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. ഇനി ഡേ 3 വീക്ക് 4 നമ്മൾ ഏത് ടൈം ടേബിളും വരുമ്പോഴത്തേക്കും 1, 2, 3, 4 അങ്ങനെ ആ രീതിയിലെ ഡേ വരുള്ളൂ. വീക്ക് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ബയോകെമിസ്ട്രി ക്ലാസ് എൻസൈംസ് പഠിക്കുകയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യം കൾച്ചർ മീഡിയ പഠിക്കുക. ഓരോ കൾച്ചർ മീഡിയയും എഴുതി അതിൻ്റെ എന്താണ് സെലക്റ്റീവ് ആണോ ആ രീതിയിലൊക്കെ കറക്റ്റായിട്ട് പഠിച്ചോളണം. എൻറിച്ച്ഡ് ആണോ എൻറിച്ച്മെൻ്റ് ആണോ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്, മീഡിയ നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു എന്നവരെ ഓർമ്മ വരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ ശേഷം അമിനോ ആസിഡ്, ന്യൂക്ലിക് ആസിഡൊക്കെ റിവൈസ് ചെയ്യുക. അമിനോ ആസിഡിൻ്റെ ടെസ്റ്റ് സീരീസ് ചെയ്യുക, റീകോൾ ചെയ്യുക. ടെസ്റ്റ് സീരീസ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യണം, ബുക്ക് റെഫർ ചെയ്ത് ഫൈൻഡ് ആൻസേഴ്സ്. ഓക്കെ, ആൻസേഴ്സ് കണ്ടുപിടിച്ചോളണം. ആരും ആൻസർ കീ കിടക്കുന്ന ആൻസേഴ്സ് ബൈ ഹാർട്ട് ചെയ്യരുത്. ഓക്കെ, ആൻസർ കണ്ടുപിടിച്ചേ പഠിക്കാവുള്ളൂ ടെക്സ്റ്റിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരെണ്ണത്തിന് തന്നെ 2 രീതിയിലുള്ള ആൻസേഴ്സ് കിട്ടും. അപ്പോൾ അതൊക്കെ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി എടുത്ത് പോകാൻ പറ്റും. എക്സാമിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് റെഫർ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ചിലപ്പോൾ ആൻസർ കീയിൽ തന്നെ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കീ അനുസരിച്ച് ചിലപ്പോൾ മിസ്റ്റേക്സും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ ആൻസർ കീ കാണാൻ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി മൈക്രോബയോളജിയുടെ ക്ലാസ് ഡേ 4 പ്യുവർ കൾച്ചറും അനേറോബിക് മെത്തേഡ്സൊക്കെ പഠിക്കുക. അനേറോബിക് മെത്തേഡ്സ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം എൻസൈംസ് പഠിക്കുക. ഓക്കെ, നേരത്തെ പഠിച്ച ബയോകെമിസ്ട്രി ക്ലാസ്സസ് റിവൈസ് ചെയ്യുക, കൾച്ചർ മീഡിയ ഒന്ന് റിവൈസ് ചെയ്യുക, ടെസ്റ്റ് സീരീസ് ചെയ്യുക. ഓക്കെ, തലേ ദിവസം പഠിച്ചതിൻ്റെ. ഇനി അത് കഴിഞ്ഞ ശേഷം ഡേ 5 നമ്മൾ ഫുള്ളും അങ്ങ് എൻസൈംസിനെ പറ്റി പഠിക്കുകയാണ്. ഓക്കെ, എൻസൈംസിനെ പറ്റി പഠിച്ചതിന് ശേഷം രാത്രി നിങ്ങൾ ടെസ്റ്റ് സീരീസ് എഴുതുക. ഒരു 1 അവർ എക്സാമിനേഷൻ, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 അവർ നന്നായിട്ട് പഠിച്ചതിന് ശേഷം എക്സാം എഴുതുക. ഓക്കെ, ഇനി ഡേ 6 നിങ്ങൾ ഫുള്ള് റിവിഷൻ ഡേ എടുക്കാം. ഇനി ഏതെങ്കിലും ക്ലാസ് പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കാനെടുക്കാം. അത് കഴിഞ്ഞ ശേഷം എൻസൈംസിൻ്റെ അടുത്ത ടെസ്റ്റ് സീരീസ് ഈ നമ്പർ നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾ ആപ്പിൽ. അത് കഴിഞ്ഞ ശേഷം റീകോൾ ചെയ്യുക, റൈറ്റ് ചെയ്യുക. ഇനി ഡേ 7 എന്താണ്, പ്രോട്ടീൻ പഠിക്കുക. അത് കഴിഞ്ഞ ശേഷം പ്രോട്ടീൻസിൻ്റെ ടെസ്റ്റ് സീരീസ് തുടങ്ങുക. അടുത്ത ഫോൾഡറിലെ ഇമ്മ്യൂണോളജി സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ വീക്ക് 1ഉം വീക്ക് 2ലുള്ള ടൈം ടേബിൾ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക്